ഇസ്രായേൽ ഇറാൻ സംഘർഷം ഏതാണ്ട് 12 ദിവസത്തോളം നീണ്ടുനിന്ന പൊരിഞ്ഞ യുദ്ധം അതിൻ്റെ അവസാന ഘട്ടം അല്ലെങ്കിൽ അത് പരിസമാപ്തിയിലേക്ക് എത്തിയത് അമേരിക്കയുടെ ഇടപെടലോടുകൂടിയായിരുന്നു. കഴിഞ്ഞ ജൂൺ 22-ന് അമേരിക്ക ഇറാനിൽ നടത്തിയ ബോംബിടൽ, അതായത് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന് പറയുന്ന ഭീമാകാരനായ ബോംബ്, B-2 ബോംബർ വിമാനങ്ങൾ വഴി 6 ബോംബുകൾ അവരുടെ ആണവ നിലയങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് അവിടെ ബോംബിട്ടു. അത് ഫലപ്രദമായി ആ ആണവ പദ്ധതികൾ പൂർണ്ണമായും തകർത്തു. അമേരിക്ക ലക്ഷ്യം നേടിയെന്നാണ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ അവരുടെ സൈനിക മേധാവികളുമെല്ലാം അവകാശപ്പെട്ടത്. ഏതാണ്ട് അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നു. എന്നാൽ പിന്നീട് ആ സൈനിക നടപടിയുടെ ലക്ഷ്യം കണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ബലപ്പെടുന്നുണ്ടായി. കാരണം ഈ പറയുന്ന ആണവ നിലയത്തിൽ നിന്നും അമേരിക്കയുടെ ബോംബ് ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ ആണവ ഇന്ധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി എന്ന തരത്തിൽ ചില വാർത്തകളും ചില ദൃശ്യങ്ങളും ഒക്കെ പ്രചരിച്ചിരുന്നു. പ്രത്യേകിച്ചും ഫോർദോയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട 16 ലോറികളും അത്തരം ദൃശ്യങ്ങളടക്കം വാർത്തകൾ പുറത്തു വന്നത് ആ വാദത്തിന് ഏറെ വിശ്വാസ്യത നൽകുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലൊരു സംശയം ബലപ്പെടുകയായിരുന്നു. അതായത് അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ ഫോർദോയിൽ നിന്നും ആണവ ഇന്ധനം അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ബോംബിടൽ ഫലപ്രദമായില്ല. അല്ലെങ്കിൽ പിന്നീട് വന്ന ഒരു റിപ്പോർട്ട് ആ ആണവ നിലയത്തിൻ്റെ കാര്യമായ കേടുപാട് വരുത്താൻ അമേരിക്കയുടെ ബോംബിടലിന് സാധിച്ചില്ല, ചെറിയ ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചതൊഴിച്ചാൽ സ്ഥിതിഗതികൾ പഴയ നിലയിൽ തന്നെയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു. എന്നാൽ ഇപ്പോൾ ഈ സംഗതികൾക്കൊക്കെ ഒരു പുതിയ മാനം വന്നിരിക്കുകയാണ്. അതായത് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇറാൻ അവരുടെ സമ്പുഷ്ടീകരിച്ച ആണവ ഇന്ധനം അത് അവർക്ക് നഷ്ടമായിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും അവർക്ക് അത് വീണ്ടും പുനഃസ്ഥാപിക്കാവുന്നതേ ഉള്ളൂ എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവ നിലയത്തിൽ, അതായത് അമേരിക്ക 3 ആണവ നിലയങ്ങളാണ്, ഇറാൻ്റെ 3 ആണവ നിലയങ്ങളാണ് ആക്രമിച്ചത്. ഒന്ന് ഫോർദോ, അതായത് ഒരു മലനിരകളിലുള്ള വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ആണവ നിലയമായിരുന്നു ഫോർദോ. അതേപോലെ തന്നെ നതാൻസ്, പിന്നെ ഇസ്ഫഹാൻ. ഈ ഇസ്ഫഹാനിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവ ഇന്ധനം എപ്പോൾ വേണമെങ്കിലും ഇറാന് പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. എന്നാൽ ഇത് ഏറെ ശ്രമകരമായിരിക്കും. പക്ഷേ ആ ശ്രമകരമായിരിക്കും എന്നതിനർത്ഥം ഇറാന് അവരുടെ ആണവ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കില്ല എന്നർത്ഥമല്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലും അതേസമയം തന്നെ അമേരിക്കയും അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ പദ്ധതികൾ വർഷങ്ങളോളം പിന്നോട്ടാക്കാൻ അവർക്ക് അവരുടെ സൈനിക നടപടിയിലൂടെ സാധിച്ചു. ഇസ്രയേൽ ഇപ്പോഴും പറയുന്നത് അവർക്ക് ഇറാന് ഇനിയും അവരുടെ ആണവ പദ്ധതികളുമായി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഇതിനോടകം തന്നെ അവരുടെ ആണവ പദ്ധതികൾ വർഷങ്ങളോളം പിന്നോട്ടാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇനിയും അവരുടെ ആണവ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റിയ സാമഗ്രികൾ എത്തുന്നത് തടയാൻ ഇസ്രയേൽ അതിൻ്റെ സകല സന്നാഹങ്ങളും ഉപയോഗിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാൻസ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇസ്രയേലിൻ്റെയും അതേസമയം തന്നെ അമേരിക്കയുടെയും സൈനിക നടപടി ഫലപ്രദമായില്ല എന്ന് അടിവരയിടുന്ന തെളിവുകളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഫോർദോയിലെയും അതേപോലെ തന്നെ ഇസ്ഫഹാനിലെയും തകർക്കപ്പെട്ട അവശിഷ്ടങ്ങൾക്ക് അടിയിൽ ഈ പറയുന്ന ആണവ ഇന്ധനം സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് 400 കിലോയോളം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് 90%-ഓളം സമ്പുഷ്ടീകരിച്ചാലാണ് അത് ഒരു ആണവ ആയുധമായി മാറുക, അല്ലെങ്കിൽ ഒരു ആറ്റം ബോംബായിട്ട് മാറുക. അപ്പോൾ ഇത്തരത്തിൽ 60%-ഓളം സമ്പുഷ്ടീകരിച്ച ഒരു യുറേനിയം എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അതിനെ ഒരു ആണവ ആയുധമാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ആണവ ഇന്ധനം ഏതാണ്ട് 400 കിലോയോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നു. അത് 3 നിലയങ്ങളിലായി, അതായത് ഫോർദോയിലും നദാൻസിലും എസ്ഫഹാനിലുമായി വീതിക്കപ്പെട്ട് ഉണ്ടായിരുന്നതാണ്. അതിൽ എസ്ഫഹാനിലെ ആണവ ഇന്ധനം
അവരുടെ ഭൂഗർഭ അറയിൽ സുരക്ഷിതമായി ഉണ്ട് എന്നുള്ളതാണ്. മറ്റു രണ്ട് ആണവ നിലയങ്ങളിൽ, അതായത് ഫോർദോയിലെയും നദാൻസിലെയും ബോംബാക്രമണത്തിന് ശേഷമുള്ള യഥാർത്ഥ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ എസ്ഫാഹാനിൽ ആണവ ഇന്ധനം സുരക്ഷിതമായി ഉണ്ട്. അത് ഇറാന് ഇനിയും അത് സുരക്ഷിതമായി തന്നെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നല്ലോ, ഈ ഫോർദോ എന്ന് പറയുന്നത് വളരെ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ആണവ നിലയമാണ്. അത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു മിസൈൽ പ്രതിരോധ അല്ലെങ്കിൽ മിസൈൽ സംഭരണ കേന്ദ്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏതാണ്ട് 2008 കൂടിയാണ് അവിടെ ഒരു ആണവ നിലയമുണ്ടെന്ന കാര്യം പുറം ലോകം അറിയുന്നത് പോലും. പിന്നീട് ഇറാൻ തന്നെ ഇക്കാര്യം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് വെളിപ്പെടുത്തുകയും അവരുടെ പരിശോധനകൾ നടക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടിയാണ് ഈ പറയുന്ന ഫോർദോ എന്ന് പറയുന്ന ആണവ നിലയത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം അടക്കം മറ്റ് രാജ്യങ്ങളടക്കം അറിയുന്നത്. അതായത് ഒരു മലയുടെ തുരങ്കത്തിനുള്ളിൽ വളരെ സുരക്ഷിതമായ ഒരു ആണവ നിലയം പ്രവർത്തിക്കുന്നു. അത് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. പുറത്തു നിന്നുള്ള ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധിക്കാത്ത തരത്തിൽ ഉള്ള ഒരു നിലയമാണ്. അതിന് വ്യോമ പ്രതിരോധ സംവിധാനമടക്കം ഏർപ്പെടുത്തിയിട്ടുള്ള, അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നിലയമാണ്. അപ്പോൾ ഫോർദോ തകർക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ അതേപോലെ തന്നെ ഇസ്രയേലിൻ്റെയും പരമമായ ലക്ഷ്യം. അതിനാണ് ഇത്രയും വലിയ MOP, അതായത് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന് പറയുന്ന വലിയ ബോംബ് അടക്കം കൊണ്ടുവന്ന് ആക്രമണം നടത്തിയത്. എന്നിട്ട് പോലും ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ ഇസ്ഫാഹാൻ നിലയം എന്ന് പറയുന്നത് ഒരു ഇസ്ഫാഹാൻ സർവകലാശാലയോട് ചേർന്നിട്ടുള്ള ഒരു ആണവ ഗവേഷണ കേന്ദ്രം കൂടിയാണ്. ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ചൈന നൽകിയിട്ടുള്ള റിയാക്ടറുകളടക്കം ഇവിടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഉള്ള ആണവ ഇന്ധനത്തെക്കുറിച്ച് നേരത്തെ തന്നെ അന്താരാഷ്ട്ര ഊർജ ഏജൻസിക്ക് കൃത്യമായ വിവരമുണ്ട്. അവരത് സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ഫാഹാനിൽ ആണവ ഇന്ധനം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് എത്രത്തോളം അവർ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരം നമുക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. 60% സമ്പുഷ്ടീകരിച്ച ആണവ ഇന്ധനം യുറേനിയം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ പുതിയ സാഹചര്യത്തിൽ, അതായത് ഇസ്രയേലും അമേരിക്കയും അടക്കമുള്ള ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അവരുടെ ആണവ പദ്ധതികളുമായി എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ള കൃത്യമായ വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇറാൻ ഇപ്പോഴും അവകാശപ്പെടുന്നത് അവർ വളരെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആണവ ഇന്ധനം, ആണവോർജം ഉപയോഗിച്ചിരുന്നത്. അവർക്ക് അവരുടെ ആണവ പദ്ധതികൾ എന്ത് ചെയ്യണമെന്നുള്ള പരമാധികാരം ഇറാൻ സർക്കാരിനാണ്. അത് മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവർ തുടർന്നും അവരുടെ ആണവ പരിപാടികളുമായിട്ട് തന്നെ മുൻപോട്ട് പോകും എന്നുള്ള ദൃഢനിശ്ചയത്തിലുമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇസ്രയേലും അമേരിക്കയും ഇത്ര വലിയ ഒരു ആക്രമണം ഇറാന് മേൽ നടത്തിയത് എന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ്. കാരണം ഇറാൻ ആണവ പദ്ധതികളുമായി മുൻപോട്ട് പോകുന്നത് ചെറുക്കാൻ ലക്ഷ്യമിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാണ് രണ്ട് രാജ്യങ്ങളും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. എന്നാൽ ആ ലക്ഷ്യം നേടിയിട്ടില്ല എന്നുള്ള കൃത്യമായ ഒരു സൂചന അത് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ പുറത്തുവിടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്.